ഇന്നത്തെ കാലത്ത് വളരെ ഡിമാൻഡിംഗ് ആയിട്ടുള്ള ഒരു തൊഴിൽ മേഖലയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഉദ്യോഗാർത്ഥികൾക്ക് നിരവധി തൊഴിലവസരങ്ങൾ തുറന്നുകൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു മേഖല കൂടിയാണ് ഈ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ പറ്റിയിട്ട് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിന് മുൻപ് എന്താണ് ട്രഡീഷണൽ മാർക്കറ്റിംഗ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ട്രഡീഷണൽ മാർക്കറ്റിംഗ് ആ ഒരു വേർഡിൽ തന്നെയുണ്ട്. പരമ്പരാഗത രീതിയിലുള്ള ഒരു വേ ഓഫ് മാർക്കറ്റിംഗ് ആണ് ട്രഡീഷണൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഇയേഴ്സ് ബാക്ക് നമ്മളുടെ കയ്യിൽ ഒരു ആൻഡ്രോയിഡ് ഫോണോ അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ ഒരു ടാബോ ഇല്ലാതിരുന്ന ടൈമിൽ ഫേസ് ടു ഫേസ് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ പോസ്റ്റേഴ്സ്, ബ്രൗഷേഴ്സ്, ഫ്ലെക്സസ് ഇതൊക്കെ യൂസ് ചെയ്ത് മാർക്കറ്റ് ചെയ്തിരുന്ന ഒരു വേ ആയിരുന്നു ഈ ഒരു ട്രഡീഷണൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അതിൽ നിന്നാണ് ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ഈ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗിലേക്ക്. ഇനി എന്താണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്? ഒരു ഇലക്ട്രോണിക് ഡിവൈസ് അല്ലെങ്കിൽ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം യൂസ് ചെയ്തുകൊണ്ട് ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു സർവീസ് നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നതിനെയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഈ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനിങ് പ്രോഗ്രാമിൽ നമ്മൾ പ്രധാനമായും കവർ ചെയ്യുന്ന ടോപ്പിക്സ് എന്താണ് കണ്ടന്റ് മാർക്കറ്റിംഗ്. നമുക്ക് ആ ഒരു വേർഡിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ടു ക്രിയേറ്റ് കണ്ടന്റ്. നമ്മളൊരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ ആണ് ടു ഐഡൻറ്റിഫൈ ഓഡിയൻസ്. ഓഡിയൻസിനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. അവർക്ക് യൂസ്ഫുൾ ആവുന്ന രീതിയിലുള്ളൊരു കണ്ടന്റ് വേണം നമ്മൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട്. ചുരുക്കത്തിൽ പറയുവാണെങ്കിൽ യൂസ്ഫുൾ ആവുന്ന കണ്ടന്റ് ലോങ് ടേം പീരീഡിൽ ക്രിയേറ്റ് ചെയ്ത് ഡിഫറെൻറ്റ് പ്ലാറ്റ്ഫോംസിൽ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ചാനൽസിൽ പബ്ലിഷ് ചെയ്യുന്ന ഒരു വേ ഓഫ് മാർക്കറ്റിങ്ങിനെയാണ് കണ്ടന്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഇമെയിൽ മാർക്കറ്റിംഗ്. ഇമെയിൽസ് യൂസ് ചെയ്തുകൊണ്ട് ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു സർവീസ് പ്രൊമോട്ട് ചെയ്യുന്നതിനാണ് ഇമെയിൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഈ ഒരു ഇമെയിൽ മാർക്കറ്റിംഗ് ചെയ്യുന്നതിലൂടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റിനെ പറ്റിയിട്ടുള്ള ഒരു അവയർനെസ്സും അതുകൂടാതെ ഓഫേഴ്സിനെ പറ്റിയിട്ടുള്ള ഒരു അവയർനെസ്സും നമ്മുടെ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നു. ഇമെയിൽ മാർക്കറ്റിങ്ങിനെ നമുക്ക് പ്രധാനമായിട്ടും മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റും. അതിൽ ഫസ്റ്റ് വൺ ആണ് പ്രൈമറി. നമുക്ക് വരുന്ന പേഴ്സണൽ ഇമെയിൽസ് എല്ലാം ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് ഈ ഒരു പ്രൈമറി സെക്ഷനിലാണ്. സോഷ്യൽ. ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം പോലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് നമ്മുടെ പേഴ്സണൽ ജിമെയിലുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് വരുന്ന എല്ലാ നോട്ടിഫിക്കേഷനും ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് ഈ ഒരു സോഷ്യൽ സെക്ഷനിലേക്കാണ്. പ്രമോഷൻസ്. ഡിഫറെൻറ്റ് പ്ലാറ്റ്ഫോംസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഓരോ ഓഫേഴ്സിനെയാണ് നമുക്ക് ഈ ഒരു പ്രൊമോഷനിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്. എന്താണ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്? സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് യൂസ് ചെയ്തുകൊണ്ട് പുതിയ കസ്റ്റമേഴ്സിനെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടും അതുകൂടാതെ കറൻ്റ്ലി ഉള്ള കസ്റ്റമേഴ്സിനെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടും നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസിനെയാണ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, ട്വിറ്റർ, ടംബ്ലർ, ലിങ്ക്ഡിൻ തുടങ്ങിയ പ്ലാറ്റ്ഫോംസ് ആണ് നമ്മൾ മെയിനായിട്ട് ഈ ഒരു സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. SEO. SEO സ്റ്റാൻഡ്സ് ഫോർ സെർച്ച് എൻജിൻ ഒപ്റ്റിമൈസേഷൻ. ഗൂഗിൾ, യാഹു, ബിങ് പോലുള്ള സെർച്ച് എൻജിൻസ് യൂസ് ചെയ്തിട്ട് ഓർഗാനിക്കായിട്ട് നമ്മുടെ ക്ലയൻറ്റിനെ ടോപ്പ് റാങ്കിങ്ങിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു SEO ചെയ്യുന്നത്. സെർച്ച് ചെയ്യുന്ന ആൾക്ക് ഓർഗാനിക്കായിട്ട് റിസൾട്ട് കൊടുക്കുക എന്നുള്ളതാണ് ഈ ഒരു SEOൻ്റെ മെയിൻ ഡ്യൂട്ടി എന്ന് പറയുന്നത്. സെർച്ച് എൻജിൻ മാർക്കറ്റിംഗ്. SEM അല്ലെങ്കിൽ സെർച്ച് എൻജിൻ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഒരു ഫോം ഓഫ് ഇൻ്റർനെറ്റ് മാർക്കറ്റിംഗ് ആണ്. പെയ്ഡ് ആയിട്ടുള്ള അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുന്നതിലൂടെ നമ്മുടെ സൈറ്റിലേക്കുള്ള വിസിബിലിറ്റി കൂട്ടാനും നമ്മൾ ഈ ഒരു സെർച്ച് എൻജിൻ മാർക്കറ്റിംഗ് യൂസ് ചെയ്യുന്നുണ്ട്. മൊബൈൽ മാർക്കറ്റിംഗ്. നമുക്കറിയാം ഇന്നത്തെ കാലത്ത് നമ്മളൊരു TV അല്ലെങ്കിൽ ഒരു ന്യൂസ് പേപ്പർ വായിക്കുന്നതിനെക്കാട്ടിലും നമ്മൾ കൂടുതലും ഡിപ്പെൻഡഡ് ആയിരിക്കുന്നത് നമുക്ക് മൊബൈൽ ഫോൺസിൽ വരുന്ന ഓരോ വീഡിയോസ് അല്ലെങ്കിൽ ഒരു ന്യൂസ് അറിയാനായിരിക്കും. അപ്പോൾ അതിൽ നിന്നൊക്കെ തന്നെ ഇന്നത്തെ കാലത്ത് ഈ ഒരു മൊബൈൽ മാർക്കറ്റിങ്ങിൻ്റെ റീച്ച് എത്രയാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. നമ്മുടെ ഒരു വെബ്സൈറ്റിലേക്ക് ട്രാഫിക് കൊണ്ടുവരാനും അതുകൂടാതെ തന്നെ ഓഡിയൻസിലേക്കുള്ള റീച്ച് കൂട്ടാനും നമുക്ക് ഒരു മൊബൈൽ മാർക്കറ്റിംഗ് യൂസ് ചെയ്യാവുന്നതാണ്. ഓരോ ഡേയ്സ് കൂടുന്തോറും ഈ ഒരു ഇ-കൊമേഴ്സ് ബിസിനസ്സിൻ്റെ സാധ്യത വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. പുതിയതായിട്ട് ഒരുപാട് ആൾക്കാർ ഈ ഒരു മേഖലയിൽ എത്തുകയും സ്വന്തമായിട്ട് ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ എന്താണ് ഇ-കൊമേഴ്സ് മാർക്കറ്റിംഗ്? ഇൻ്റർനെറ്റ് യൂസ് ചെയ്ത് നമ്മുടെ പ്രോഡക്റ്റിനെ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്ന ഒരു വേ ഓഫ് മാർക്കറ്റിങ്ങിനെയാണ് ഇ-കൊമേഴ്സ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്.
അഫിലിയേറ്റഡ് മാർക്കറ്റിംഗ്. നമ്മൾ യൂട്യൂബിൽ ഒരുപാട് റിവ്യൂ ബേസ്ഡ് വീഡിയോസ് കാണാറുണ്ട്. ആ റിവ്യൂ ബേസ്ഡ് വീഡിയോ ഇടുന്ന ടൈമിൽ അവരിടുന്ന പ്രോഡക്റ്റ് എല്ലാം ഏതെങ്കിലും ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നിന്ന് പർച്ചേസ് ചെയ്ത പ്രോഡക്റ്റിനെ പറ്റിയിട്ടുള്ള ഒരു റിവ്യൂ വീഡിയോ ആയിരിക്കും അവരതിലിടുന്നത്. ആ റിവ്യൂ വീഡിയോൻ്റെ തൊട്ട് താഴെ അത് അവർ എവിടെ നിന്നാണോ പർച്ചേസ് ചെയ്തത് ആ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ ലിങ്കും കൂടി പ്രൊവൈഡ് ചെയ്ത് തരുന്നുണ്ട്. റിവ്യൂ വീഡിയോ കാണുന്ന നമ്മൾക്ക് ആ ഒരു പ്രോഡക്റ്റ് ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മൾ ഷുവറായിട്ട് ഒരു ലിങ്ക് ത്രൂ ആ ഒരു പ്ലാറ്റ്ഫോമിൽ കയറും. ആ ഒരു പ്ലാറ്റ്ഫോമിൽ കയറിയിട്ട് നമുക്ക് ആ പ്രോഡക്റ്റ് ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മൾ ഷുവറായിട്ട് ആ ഒരു പ്രോഡക്റ്റ് നമ്മൾ പർച്ചേസ് ചെയ്യും. ഇങ്ങനെ നമ്മൾ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നു എങ്കിൽ നമ്മൾ ആ ഒരു പ്രോഡക്റ്റിൻ്റെ 1% ഈ റിവ്യൂ ഇട്ട ആൾക്ക് കിട്ടും. ഈ ഒരു വേ ഓഫ് മാർക്കറ്റിങ്ങിനെയാണ് നമ്മൾ അഫിലിയേറ്റഡ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. വെബ് ഹോസ്റ്റിംഗ് ആൻഡ് ഡൊമൈൻ. എന്താണ് വെബ് ഹോസ്റ്റിംഗ്? ഇൻ്റർനെറ്റ് എന്ന് പറയുന്ന ഒരു വാസ്റ്റ് ആയിട്ടുള്ള ഏരിയയാണ്. ആ ഒരു ഏരിയയിൽ നമുക്കൊരു വെബ്സൈറ്റ് അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ നമ്മൾ ഡെവലപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് പെർട്ടിക്കുലർ ആയിട്ട് ഒരു അഡ്രസ്സ് ആവശ്യമാണ്. ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമ്മളൊരു വീട് വയ്ക്കുകയാണ്. വീട് വയ്ക്കുന്ന ടൈമിൽ നമുക്ക് ആദ്യം വേണ്ടത് എന്താ? നമുക്കൊരു സ്പേസ് ആവശ്യമാണ്. അപ്പോൾ ആ ഒരു സ്പേസിനെയാണ് നമ്മൾ വെബ് ഹോസ്റ്റിംഗ് എന്ന് പറയുന്നത്. നമ്മുടെ ഇമേജസ്, ഫയൽസ്, വെബ്സൈറ്റിലേക്കുള്ള ഇമേജസ്, ഫയൽസ് ഇതെല്ലാം സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു സ്പേസ് ആണ് വെബ് ഹോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഡൊമൈൻ. എന്താണ് ഡൊമൈൻ? നമ്മളൊരു വീട് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം പുറത്തുനിന്ന് വരുന്ന ഒരാൾക്ക് നമ്മുടെ ആ ഒരു വീട് ഐഡൻറ്റിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനൊരു പെർട്ടിക്കുലർ അഡ്രസ്സ് ഉണ്ടെങ്കിൽ മാത്രമേ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ നമ്മളൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ടൈമിൽ പുറത്തുനിന്ന് വരുന്ന ഒരാൾക്ക് ആ ഒരു വെബ്സൈറ്റിനെ പറ്റിയിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ അതിന് ഒരു സെപ്പറേറ്റ് ആയിട്ട് ഒരു IP അഡ്രസ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കണം. ഇതിനെയാണ് നമ്മൾ ഡൊമൈൻ എന്ന് പറയുന്നത്. .in, .org, .com ആണ് മെയിൻ ആയിട്ടുള്ള ഡൊമൈൻസിന് എക്സാമ്പിൾസ് എന്ന് പറയുന്നത്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നത് വളരെ ഡിമാൻഡിംഗ് ആയിട്ടുള്ള ഒരു തൊഴിൽ മേഖലയാണ്. ഈ ഒരു മേഖലയിൽ ഉയർന്ന ശമ്പളത്തോടെ മികച്ചൊരു കരിയർ നേടിയെടുക്കുവാൻ ട്രാൻസോർസ് സൊല്യൂഷൻസ് നിങ്ങളെ പ്രാപ്തരാക്കുന്നു. അതിനുവേണ്ടി ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെയും കേരള ഗവൺമെൻറ്റിൻ്റെയും അംഗീകാരത്തോടെ DDO-GKY എന്ന പ്രൊജക്റ്റിലൂടെ മാർക്കറ്റിംഗ് ആൻഡ് സോഷ്യൽ മീഡിയ മാനേജർ എന്ന ട്രെയിനിങ് പ്രോഗ്രാം തികച്ചും സൗജന്യമായി നിങ്ങളിലേക്ക് എത്തിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി www.transorze.com എന്ന വെബ്സൈറ്റിലോ 9495833319 എന്ന നമ്പറിലോ കോൺടാക്ട് ചെയ്യാവുന്നതാണ്.